ബാക്ക് ടു മൈ വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞു. ഞായറാഴ്ചയാണ് ഇന്ന്. ഇതെന്റെ റൂംമേറ്റ് നവ്യ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോസിലൊക്കെ. അപ്പം ഇന്ന് ഞങ്ങള് പുറത്തേക്ക് പോവാണ്. വെറുതെ അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകണം. അതിനുപരി ഞങ്ങൾക്ക് ത്രെഡ് ചെയ്യണം, ഇന്നൊന്ന് ക്ലീനപ്പ് ചെയ്യണം. ബ്യൂട്ടി ടൈം ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ട് എടുക്കാം അല്ലേ? അങ്ങനെ കരുതിയാൽ മതി. അപ്പം എനിക്കൊരു ജീൻസ് ഒന്ന് പുതിയൊരു ജീൻസ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഗുണ്ടുമണി ആയതുകൊണ്ട് എൻ്റെ ജീൻസ് ഒന്നും കേറുന്നില്ല. തടിച്ചു ഗൈസ്. മെലിയണം. ഞാൻ എപ്പോഴും മെലിയുന്നത് ഇവിടെ കാണുന്നുണ്ട്. ചേച്ചി കഴിക്കേണ്ടിരിക്കുന്നു, ഞാൻ മെലിയുന്നു. അതെ, ഞാൻ കഴിക്കുന്നു, ചേച്ചി തടിക്കുന്നു. ഇതുണ്ടോ വലിയ ലൂസ് ജീൻസ് ആയിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേ. കുഴപ്പമില്ല, നമുക്ക് മെലിയാം. ഓക്കെ, അപ്പൊ പോകാം. അപ്പോൾ ദേ ഞാനും നവ്യയും ആദ്യം തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ബസ്സൊന്നും പിടിച്ച് ലോങ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം അടുത്തടുത്തുണ്ട്. അതുകൊണ്ട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. റൂമിനടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ആദ്യം നവ്യ കിടന്നു. നവ്യ ആദ്യമായിട്ടാണ് ക്ലീനപ്പ് ചെയ്യുന്നത്. എൻ്റെ കൂടെ കൂടി പല കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു. അപ്പം അവൾ അങ്ങനെ ഉറങ്ങി ഗൈസ്, ഉറങ്ങിപ്പോയി. അപ്പോൾ ദേ ഞാൻ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കുറേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്ത് അപ്പം ക്ലീനപ്പ് ചെയ്യണം ഞാൻ കുറച്ചായി വിചാരിക്കണം. പിന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയി. ത്രെഡ് ചെയ്യാൻ എനിക്ക് അത്ര പെയിൻ എടുത്തില്ല. ആദ്യം എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഇപ്പം എനിക്ക് അത്ര പെയിൻ എടുക്കാറില്ല. പക്ഷേ അപ്പർ ലിപ്പ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എനിക്ക് അപ്പർ ലിപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും. ആകെ ഫേസിൽ ഹെയർ ഉള്ളത് ആകെ അപ്പർ ലിപ്പിൽ മാത്രമേ കുറച്ച് വളരൂ. പക്ഷെ ഞാൻ കുറച്ച് പണിപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല വേദനയാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും നല്ല പെയിൻഫുള്ളാണോ ആ ഏരിയ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേയൊക്കെ ബ്രേക്ക് ചെയ്ത് എടുത്തത്. സാരമില്ല, ബാക്കിയെല്ലാം ഇപ്പം യൂട്യൂബ് സൈസില്. അങ്ങനെ ഞങ്ങൾ സുന്ദരിമണികളായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. യെസ്, വാർമിട്ടൺ. അവിടെയാണ് ഞങ്ങൾക്ക് ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുക. വെറുതെ ചൂടുകാലത്ത് ഇവിടെ വന്നിരിക്കുക എന്നതാണ് എൻ്റെ പ്രധാന വിനോദം. കാരണം ഇവിടെ നല്ല ഈസിയാണ്, നല്ല തണുപ്പാണ്, റൂമിൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് വന്നു. സത്യത്തിൽ ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങി റൂമിൽ പോയി കഴിച്ചു. അത് കഴിഞ്ഞ് കുക്ക് ചെയ്തു. ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി. നമ്മൾ എവിടെ പോകുന്നു? നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നമ്മുടെ ഹൗസ് ഓണറിന്റെ മൂത്ത മകന്റെ 2ാമത്തെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് കേട്ടോ വന്നത്. ആദ്യത്തെ ബർത്ത്ഡേ 1 വയസ്സായിട്ടോ. അപ്പം ഞങ്ങൾ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി അവിടെ ഒരു 6:30 ആകുമ്പോഴേക്ക് എത്തി. ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതാണ് കേട്ടോ ബേബി. വന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ചോക്ലേറ്റ്. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് അല്ലേ? നമുക്ക് തന്നെ ഫോട്ടോ വെച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. വന്ന പരിപാടി അങ്ങ് തീർത്തു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ വോക്ക് ചെയ്തുകൊണ്ട് കഴിക്കുമായിരുന്നു കേട്ടോ. റൂമിലേക്ക് പോകുന്ന വഴി നമ്മുടെ വറവ് കടയിൽ കയറി കുറച്ച് സ്നാക്സ് ഐറ്റംസ് വാങ്ങി. ബിക്കോസ് ഞാൻ തലശ്ശേരിയിൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോവാണ് 4-ാം തീയതി. സോ അവിടെ പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് അടിപൊളി സ്നാക്സ് ഐറ്റംസ് വാങ്ങി. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടേ. ഞങ്ങളുടെ റൂമിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുക. അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ പ്രദക്ഷിണം പോലെ ഇങ്ങനെ എല്ലാവരും സാരിയൊക്കെ ഉടുത്ത്, കേരള സാരിയൊക്കെ ഉടുത്ത്, മുല്ലപ്പൊക്കെ ചൂടി സുന്ദരികളായിട്ട് വിളക്കൊക്കെ പിടിച്ച് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര പാട്ടും പ്രോഗ്രാംസൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാൻ വേണ്ടിയിരിക്കും. ഞങ്ങളത് കണ്ടിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം അത് പോയിട്ട് വാങ്ങി. ബിക്കോസ് എൻ്റെ കയ്യിലുള്ളത് മോശമായിപ്പോയി. അതിനുശേഷം ഈ ഡാൻസ്, പണ്ട് നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ ഡാൻസ് കളിച്ച സ്റ്റേജിൽ ഫ്രണ്ട്സൊക്കെ കൂടി കളിച്ചതൊക്കെയാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. സോ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബൈ.